ഇപ്പൊ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥികളെ ഇന്നറിയാം. മത്സരിക്കുന്ന 8 സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ ആരെന്ന ധാരണയായിട്ടുണ്ട്. തൊടുപുഴയിൽ പി ജെ ജോസഫ് മാറി മകൻ അബു ജോൺ ജോസഫ് മത്സരിക്കാനാണ് സാധ്യത. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫും മത്സരിക്കും. വൈകിട്ട് കോട്ടയത്ത് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. 24 ബ്രേക്കിംഗ്. രാഹുൽ വിജയനാണ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. അപ്പൊ 10 സീറ്റ് വിട്ട് ഒരു കളിയില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നതാണ്. സീറ്റ് എടുക്കാനുള്ള പണിയൊന്നും നടക്കില്ല എന്ന് മോൻസ് ജോസഫ് കടുത്ത ഭാഷയിൽ ഈ ദിവസം പ്രതികരിച്ചതാണ്. 10-ൽ നിന്ന് 8 ചുരുങ്ങിയത് എങ്ങനെയാ രാഹുൽ? ഗുഡ് മോർണിംഗ്. ഹാഷ്മി, പ്രവീത, ഗുഡ് മോർണിംഗ്. എന്തായാലും തർക്കമുള്ളത് കൊണ്ടായിരിക്കാം 10 സീറ്റ് വേണ്ട 8 സീറ്റിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെയും അവർ ആവർത്തിച്ചത് 10 സീറ്റ് തന്നെ വേണമെന്നുള്ളതാണ്. പക്ഷേ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടുക്കി സീറ്റും ഏറ്റുമാനൂർ സീറ്റും കോൺഗ്രസിന് വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ മുതൽ തന്നെ പറയുന്ന പോലെ എക്കാലത്തും UDF-ൽ കേരള കോൺഗ്രസുകൾ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നേരിയ പ്രതിസന്ധിയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തവണയും അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇന്നലെ കേരള കോൺഗ്രസിന്റെ ഒരു വിഭാഗം പ്രത്യേക യോഗം ചേരുകയും ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന തരത്തിൽ പി ജെ ജോസഫിനോട് നേരിട്ട് പോയി ആവശ്യപ്പെടുകയും അങ്ങനെ ഒരു രാജി പ്രഖ്യാപനമൊക്കെ മുഴക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഭീഷണിയൊക്കെ മുഴക്കിക്കൊണ്ട് ഒരു ചെറിയ പ്രശ്നം ഇപ്പോഴും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് 8 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പി ജെ ജോസഫ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 8 സീറ്റിലാണ് സ്ഥാനാർത്ഥികൾ ധാരണയായിരിക്കുന്നത്. കടുത്തുരുത്തിയിൽ അതിൽ എടുത്തു പറയേണ്ടത് തൊടുപുഴ തന്നെയാണ്. പി ജെ ജോസഫ് ഒരുപക്ഷെ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിൽ ഈ നിമിഷം വരെ അങ്ങനെ തന്നെയാണ്. പി ജെ ജോസഫ് മാറി നിൽക്കും. മകൻ അബു ജോൺ ജോസഫ് തൊടുപുഴയിൽ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് അറിയുന്നത്. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ്, കോതമംഗലത്ത് ഷിബു തെക്കുംപുറം, ഇരിങ്ങാലക്കുട തോമസ് ഉണ്ണിയാടൻ, കുട്ടനാട് റെജി ചെറിയാൻ, തൃക്കരിപ്പൂർ ജെറ്റോ ജോസഫ്, ചങ്ങനാശ്ശേരിയിൽ വിനു ജോബോ അല്ലെങ്കിൽ വി ജെ ലാലിയോ, തിരുവല്ലയിൽ വർഗീസ് മാമനോ ജോസഫ് എം പുതുശ്ശേരിയോ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകിട്ട് കോട്ടയത്ത് വെച്ചാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് ഈ 2 സീറ്റ്, അതായത് ഏറ്റുമാനൂരും ഇടുക്കിയും കോൺഗ്രസിന് വിട്ടുകൊടുക്കാനുള്ള നീക്കത്തിൽ വലിയ തരത്തിലുള്ള എതിർപ്പുണ്ട്. പക്ഷെ അതിനിടയിലും ചില നിബന്ധനകൾ ജോസഫ് കോൺഗ്രസിന് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ജോസഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട് UDF അധികാരത്തിൽ വന്നാൽ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 5 സീറ്റ് ഉറപ്പായും ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസവും അദ്ദേഹം ഉറപ്പിക്കാൻ പറ്റുമോ? അതായത് തൊടുപുഴ എന്ന് പറഞ്ഞാൽ പി ജിയുടെ തട്ടകമായിരുന്നു. അപ്പൊ പി ജിയുടെ പാർലമെന്ററി ജീവിതം ഒന്ന് മാറി നിൽക്കുന്നു, അദ്ദേഹത്തിന്റെ മകൻ പകരം ആ ചെങ്കോൽ ഏറ്റെടുക്കുന്നു എന്ന് പറയാനായോ, എന്ന് സ്ഥിരീകരിക്കാനായോ രാഹുൽ? ഹാഷ്മി, ഏറെക്കുറെ സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്നതാണ്. എങ്കിലും ഇനിയുള്ള നിമിഷങ്ങളിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മാറി മറിയുക എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ ഈ നിമിഷം വരെ പി ജെ ജോസഫ് മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ചില വ്യക്തിപരമായ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. മകൻ അബു ജോൺ ജോസഫ്, അതായത് കേരള കോൺഗ്രസ് ജോസഫിന്റെ സംസ്ഥാന കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള അബു ജോൺ ജോസഫ് തൊടുപുഴയിൽ മത്സരിക്കും എന്നുള്ളതാണ് ഈ നിമിഷം വരെ വ്യക്തമാകുന്നത്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അത്തരം വിവരങ്ങൾ നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് പി ജെ ജോസഫ് തന്നെ തൊടുപുഴയിൽ മത്സരിക്കണമെന്നുള്ള വാശിയുണ്ട്. അവർ നിരന്തരം അത് ജോസഫിനോട് അറിയിക്കുന്നുമുണ്ട്. മാത്രമല്ല UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ പി ജെ ജോസഫിനോട് തൊടുപുഴയിൽ മത്സരിക്കണം, പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് തന്നെ പി ജെ ജോസഫ് UDF-ന്റെ ഒരു മുഖമാണ്, അങ്ങനെയുള്ള ഒരാൾ തന്നെ തൊടുപുഴയിൽ മത്സരിക്കണം, പാർട്ടി UDF-നെ നയിക്കുന്നതിന് വേണ്ടി അത് വലിയ പ്രയോജനമാകും എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ജോസഫ് ഇതുവരെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ പി ജോസഫ് തന്നെയാണ് മത്സരിക്കുന്നതെങ്കിൽ ഇന്നലെ തന്നെ അതിൽ വ്യക്തത വരുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇന്ന് അതിലൊരു തീരുമാനം അറിയിക്കാം എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്നലെയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ നിമിഷം വരെ പി ജെ ജോസഫ് മാറി നിൽക്കുന്നു. മകൻ അബു ജോൺ ജോസഫാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.